എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് സിബിഐ അന്വേഷിക്കണമെന്ന ഹർജിയിലൂടെ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി MP ജയരാജൻ. കൊന്നു കെട്ടിത്തൂക്കിയതെന്നാണ് ഹർജിക്കാരിയുടെ വാദം. അതിനർത്ഥം ദിവ്യക്കെതിരായ ആരോപണം നിലനിൽക്കില്ലെന്നാണ്. നിലവിൽ മികച്ച അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയോ എന്നതിൽ സത്യം ഞങ്ങൾക്കറിയില്ലെന്നും ജയരാജൻ പറഞ്ഞു. യാത്രയപ്പ് യോഗത്തിൽ അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ പരസ്യ വിമർശനം നടത്തിയതിൽ മനം നൊന്ത് താമസ സ്ഥലത്തേക്ക് മടങ്ങിയ നവീൻ ബാബു ജീവനൊടുക്കുകയായിരുന്നു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന ഭാര്യയും മക്കളും നവീൻ ബാബു എത്താത്തതിനെ തുടർന്ന് കണ്ണൂരിൽ നടത്തിയ അന്വേഷണത്തിലാണ് ക്വാർട്ടേഴ്സിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച നവീൻ കളക്ടറേറ്റിൽ നൽകിയ യാത്രയപ്പിലായിരുന്നു ദിവ്യയുടെ പരസ്യ വിചാരണ. ഉദ്യോഗസ്ഥർ മാത്രമുള്ള ചടങ്ങിലേക്ക് ക്ഷണിക്കാതെ എത്തിയായിരുന്നു പ്രസംഗം. ശ്രീകൃഷ്ണപുരത്തിന് സമീപം ചെങ്ങളായിൽ പെട്രോൾ പമ്പിന് NOC നൽകുന്നത് മാസങ്ങൾ വൈകിച്ചുവെന്നും അവസാനം എങ്ങനെ കൊടുത്തുവെന്ന് അറിയാമെന്നും 2 ദിവസത്തിനകം കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നുമാണ് ദിവ്യ പറഞ്ഞത്. ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരുന്നു. റിമാൻഡിലായി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ദിവ്യ നീക്കുകയും ചെയ്തു. നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിച്ചിരുന്നു.